Hello students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് solubility of a solid in a liquid. Before that, let us discuss what is solubility. So, ഒരു സബ്സ്റ്റൻസിന്റെ solubilityയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Solubility of a substance is its maximum amount that can be dissolved in a specified amount of solvent at a specified temperature. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ ഒരു സബ്സ്റ്റൻസ് എത്ര എമൗണ്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ആ സബ്സ്റ്റൻസിൻ്റെ solubility. ഓക്കെ, സോ വാട്ട് ഈസ് solubility ഓഫ് എ സബ്സ്റ്റൻസ്? Solubility of a substance is its maximum amount that can be dissolved in a specified amount of solvent at a specified temperature. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് solubility of a solid in a liquid and the factors affecting solubility of a solid in a liquid. Okay? Solid and liquid solutionലെ സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിലും സോൾവെൻ്റ് ലിക്വിഡ് സ്റ്റേറ്റിലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. സോഡിയം ക്ലോറൈഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സൊല്യൂഷനിലുള്ള സോഡിയം ക്ലോറൈഡിൻ്റെ എമൗണ്ട്, അതായത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ. ഓക്കെ, so what is dissolution? When a solid solute is added to the solvent, some solute particles dissolves and its concentration increases in the solution. This process is known as dissolution. Okay, so ഈ ഡിസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനിൽ രണ്ട് തരത്തിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡിസോൾവ്ഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസും undissolved solute particles അല്ലേ? ആൻഡ് ദീസ് പാർട്ടിക്കിൾസ് ആർ ഫ്രീ ടു മൂവ് അബൌട്ട്. സോ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസോൾവ്ഡ് പാർട്ടിക്കിൾസ് അൺഡിസോൾവ്ഡ് പാർട്ടിക്കിൾസിൻ്റെ സർഫസിൽ പോയി കൊളൈഡ് ചെയ്യും. അങ്ങനെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. And it is just opposite to dissolution. Okay, so what is crystallization? The dissolved solute particles collide with the solid solute which is undissolved, and some of them separate out of the solution and get deposited there. This process is called crystallization, and it is just opposite to dissolution. സോ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. ഈ പ്രോസസ്സിൽ ഫോർവേഡ് ഡയറക്ഷനിലുള്ള പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ. അതേസമയം ബാക്ക്വേർഡ് ഡയറക്ഷനിലുള്ള പ്രോസസ്സാണ് ക്രിസ്റ്റലൈസേഷൻ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷൻ. അതായത് ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും സെയിം സ്പീഡിൽ നടക്കും. ഓക്കെ, ആൻഡ് ദ സിസ്റ്റം അറ്റെയിൻസ് എ ഡൈനാമിക് ഈക്വിലിബ്രിയം. ഓക്കെ, അതായത് സോഡിയം ക്ലോറൈഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഡിസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് ഫാസ്റ്റായിട്ട് നടക്കും അല്ലേ? കുറച്ച് സമയം കഴിയുമ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്നതായി തോന്നും. അവിടെ ഡിസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തതാണോ? അല്ല, അവിടെ ആ സിസ്റ്റം ഡൈനാമിക് ഈക്വിലിബ്രിയം എന്നുള്ള സ്റ്റേറ്റിൽ എത്തിയതാണ്. അതായത് ആ ഒരു സ്റ്റേറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പറും ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പറും സെയിം ആയി വരികയാണ്. അതായത് ആ ഒരു സ്റ്റേറ്റിൽ ഡിസൊല്യൂഷൻ്റെ റേറ്റും ക്രിസ്റ്റലൈസേഷൻ്റെ റേറ്റും സെയിം ആയി വരികയാണ്. അതുകൊണ്ട് തന്നെ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ,
that is at equilibrium, the rate of dissolution becomes equal to rate of crystallization. As a result, the concentration of the solution becomes constant. That is, concentration becomes constant. Okay. അങ്ങനെ ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തിയിട്ടുള്ള സൊല്യൂഷനെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, rate of dissolution is equal to rate of crystallization. So, how can we define saturated solution? It is a solution in which no more solute can be dissolved in the given conditions of temperature and pressure. അതായത് ഒരു സൊല്യൂഷൻ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഈക്വിലിബ്രിയം എന്നുള്ള സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരു സൊല്യൂഷൻ്റെ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നെക്സ്റ്റ് ടോപ്പിക്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സോളിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ്. അതായത് സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ആ സോളിഡിൻ്റെ സോളിബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഫാക്ടർ ഇസ് നേച്ചർ ഓഫ് ദി സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെൻറ്റിലും നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെൻറ്റിലുമാണ് ഡിസോൾവ് ചെയ്യുക. പോളാർ സൊല്യൂട്ട്സിന് എക്സാമ്പിളാണ് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് എക്സിട്ര. പോളാർ സോൾവെൻറ്റിന് എക്സാമ്പിളാണ് വാട്ടർ. നോൺ പോളാർ സൊല്യൂട്ട്സിന് എക്സാമ്പിളാണ് ഹൈഡ്രോ കാർബൺസ്, ഷുഗർ, ഗ്ലൂക്കോസ് എക്സിട്ര. നോൺ പോളാർ സോൾവെൻസിന് എക്സാമ്പിളാണ് ബെൻസീൻ, കാർബൺ ഡൈ സൾഫൈഡ് ദാറ്റ് ഇസ് CS2, കാർബൺ ടെട്രാ ക്ലോറൈഡ് ദാറ്റ് ഇസ് CCl4 എക്സിട്ര. അപ്പോൾ ഇവിടെ നോക്കൂ, ഷുഗർ, ഗ്ലൂക്കോസ് ഇതൊക്കെ എന്താണ്? നോൺ പോളാർ സൊല്യൂട്ട്സ് ആണ്. പക്ഷേ ഈ ഷുഗറും ഗ്ലൂക്കോസും പോളാർ സോൾവൻ്റ് ആയിട്ടുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. ആ കേസിൽ ഷുഗർ മോളിക്യൂൾസും ഗ്ലൂക്കോസ് മോളിക്യൂൾസും വാട്ടർ മോളിക്യൂൾസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഷുഗറും ഗ്ലൂക്കോസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, so polar solutes dissolve in polar solvents and non-polar solutes dissolve in non-polar solvents, and in general we can say that like dissolves like. Okay, next factor that affect the solubility of solids in liquid solution is temperature. അതായത് സോളിഡ്സ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലുള്ള സോളിഡിൻ്റെ സോലിബിലിറ്റിയെ എങ്ങനെ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. The variation of solubility with temperature depends on enthalpy of solution. അതായത് സോളിഡ്സ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ സോളിബിലിറ്റീനെ ടെമ്പറേച്ചർ എഫക്റ്റ് ചെയ്യുന്നത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഓർ ഇവോൾവ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദാറ്റ് സൊല്യൂഷൻ. ഓക്കെ, സോ കൺസിഡർ ദിസ് കേസ്, സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവ് സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ സൊല്യൂട്ട് ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത് സൊല്യൂഷൻ ഫോം ചെയ്യുന്ന പ്രോസസ്സാണത് അല്ലേ. ആ പ്രോസസ്സിൽ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് എനർജിയുടെ എമൗണ്ടിനെയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇനി എപ്പോഴാണ് ഒരു സൊല്യൂഷൻ്റെ എൻതാൽപ്പി പോസിറ്റീവ് ആവുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത് എന്ന് നോക്കാം. ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിൽ അവിടെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ the system will tend to decrease the temperature according to Le Chatelier principle, isn't it? For example, dissolution of lithium carbonate, sodium carbonate monohydrate that is Na2CO3 H2O etc. The dissolution of these solids is an exothermic process. Okay, so ഈ സോളിഡ്സ് ഡിസോൾവ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ ഇഫ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് സച്ച് എ സിസ്റ്റം, അതായത് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ ദ സിസ്റ്റം വിൽ ടെൻഡ് ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ. ആസ് എ റിസൾട്ട് ദ ഡിസൊല്യൂഷൻ വിൽ ഡിക്രീസസ്. സോ ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഡിസൊല്യൂഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ. ഇനി ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അതായത് അതൊരു എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. അതിന് എക്സാമ്പിളാണ് ഡിസൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് എക്സിട്ര. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്താൽ അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ ദ സിസ്റ്റം വിൽ ടെൻഡ് ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ. So the rate of dissolution also increases. കാരണം ഇവിടെ ഡിസൊല്യൂഷൻ എന്നുള്ള പ്രോസസ്സ് എൻഡോതെർമിക്, അതായത് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും? അവിടെ ഉണ്ടാവുന്ന ടെമ്പറേച്ചർ ഇൻക്രീസിന് ഡിക്രീസ് ചെയ്യാൻ നോക്കും. അപ്പോൾ കൂടുതൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുമ്പോൾ കൂടുതൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യും. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും. സോ ദ ഡിസൊല്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. ഓക്കെ. The third factor that affect the solubility of solid in liquid is pressure. അതായത് സോളിഡ്സ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലെ സോലിബിലിറ്റീനെ പ്രഷർ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. സോളിഡ്സ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ പ്രഷറിന് കാര്യമായ ഇൻവോൾവ്മെൻ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സോളിഡ്സും ലിക്വിഡ്സും ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. ഓക്കെ. So pressure has no significant effect on the solubility of solids in liquids. So ഇത്രയാണ് solubility of solids in liquids എന്നുള്ളതിനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. ഇതുകൂടാതെ പാർട്ടിക്കിൾ സൈസ്, അജിറ്റേറ്റിംഗ് ഓർ സ്റ്റിറിങ്, ഇതൊക്കെ സോളിഡ്സിൻ്റെ സോലിബിലിറ്റി, അതായത് സോളിഡ്സിൻ്റെ ലിക്വിഡ്സിലുള്ള സോലിബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. So in the next video we can discuss solubility of gas in liquids. I hope you understood the concept. Okay, thank you.